ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ബ്രെഡും പഴവും മുട്ടയും വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസ് കൂടെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് അതാത് ബ്രെഡിൻ്റെ പീസ് അതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ 5 ബ്രെഡ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നല്ലതുപോലെ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മൾക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് തന്നെ മതിയാകും. അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ടും കൂടി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു പാന് നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് നേന്ത്രപ്പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2-3 ടേബിൾ സ്പൂൺ അളവിൽ ആ ഒരു മുട്ട മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫില്ലാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നിന്ന് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പീസ് കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് എടുത്ത് വെക്കാം. ഇതിനി ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത്ര തന്നെ മതിയാകും, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുക. ഇത്തിരി മുരിയിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി സമയം കൂടെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് മുരിയിച്ചെടുത്താൽ മതിയാകുമേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡും പഴവും മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് കഴിച്ചാൽ മതിയാകും. ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് നല്ല ചൂടോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് വീഡിയോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്